റുവ ചായ റെഡിയായോ? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണേ, ഇരുന്നോ. Good morning, Papa. ഗുഡ് മോർണിംഗ് മോളെ. I waited for you for so long, Papa. Papa എന്നാ ലേറ്റ് ആയത്? അത് മോളെ, കുടയുടെ ഈ വർഷത്തെ ഫസ്റ്റ് മീറ്റിംഗ് ഇന്നലെ ബിനു അങ്കിളിന്റെ വീട്ടിൽ വെച്ചായിരുന്നു. പപ്പ ഓഫീസിൽ നിന്നും അവിടെ പോയിട്ടാണ് വന്നത്. റിനി ഇന്നലെ വിളിച്ചായിരുന്നു. ഭയങ്കര ഗംഭീര പരിപാടിയാണല്ലോ കേട്ടത്. അതെ, ഇപ്രാവശ്യം ഈവൻകാര് കപ്പ് കൊണ്ടുവന്ന് നമുക്കൊന്ന് കാണണം. ഈ പ്രാവശ്യം സിന്ധു ആന്റി ലീഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഒത്തിരി മിസ് ചെയ്യും. മോളെ, ഇനി നിങ്ങളെപ്പോലെയുള്ള യങ്സ്റ്റേഴ്സ് വേണം പള്ളിയിലെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരാൻ. ഞങ്ങളൊക്കെ പ്രായമായി വരിക. ലിജോമോൻ എവിടെ? നേരെ ഇത്രയായിട്ട് എഴുന്നേൽക്കാൻ സമയമായില്ല അവന്. ഇത് എന്താ ഇവൻ ഇങ്ങനെ ആയിപ്പോയേ? അവനിപ്പോൾ എഴുന്നേറ്റിട്ട് എന്നേത്തിനാ? വയസ്സ് 28ആയി. എന്തേലും ഗുണമുണ്ടോ? വീട്ടുകാർക്കും ഇല്ല, നാട്ടുകാർക്കും ഇല്ല, ഒരു ഗുണവും. എന്തായാലും നിന്റെ മമ്മിയെപ്പോലെ ഉപദ്രവമൊന്നും നാട്ടുകാർക്ക് അവനെ കൊണ്ടില്ലല്ലോ. ഭാഗ്യം. ചിരിച്ചോ, രണ്ടുപേരും ചിരിച്ചോ. വളർന്നു വരുന്നൊരു മോനാ. അവനെ കുറച്ചാൾ ഇങ്ങനെ പോയാൽ ഉണ്ടല്ലോ, നമുക്ക് വീട്ടിൽ കഥ അടച്ചിരിക്കാം. അവനെപ്പറ്റി പലരും പലതും പറയുന്നുണ്ട് കേട്ടോ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ അച്ചാച്ചന്റെ കാര്യം പറഞ്ഞ് എന്നെ കേട്ടോ കളിയാട്ടോ. നമ്മുടെ സൽപുത്രനെ പറ്റി ആളുകൾ പറയുന്നത്. ഞാനെന്താ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നാണോ നിന്റെ വിചാരം? കഴിഞ്ഞ ദിവസം ഏവൻ ഗ്രൂപ്പിന്റെ പ്രയർ കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ റോസി എന്നോട് ചോദിക്കുക, മോൻ എന്തിയേ പള്ളിയിലൊന്നും വരാറില്ലല്ലോ, അവനെ വല്ല പാസ്റ്റർമാരും പിടിച്ചുകൊണ്ട് പോയോന്നോ, അവനെ വെള്ളത്തിൽ മുക്കി രക്ഷിക്കപ്പെട്ടോന്നാ എന്നോട് ചോദിച്ചേ. റോസി മാത്രമല്ല, ഷേർലിയുടെ വക ഒരു കുത്തു വർത്താനം. എന്തിയേ ഇപ്പൊ പഴയകാലം ഒന്നും അല്ല കേട്ടോ, എന്തൊക്കെയാ വാർത്തകൾ വരുന്നേന്ന്. എന്ത് പറയാനാ? എന്നിട്ട് നീയൊന്നും പറഞ്ഞില്ലേ? ഞാൻ എന്ത് പറയാനാ? ആരാ ഇപ്പോ? ആർക്കറിയാം. ഇതാര്, ജിബിലച്ചനോ? ഇടയ്ക്കൊക്കെ വന്ന് നിങ്ങളുടെ സുഖവിവരങ്ങളൊക്കെ ഞാൻ തിരക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈസ്റ്റ് മർത്താവ് പള്ളിയുടെ വികാരി എന്ന് പറഞ്ഞ് ഈ കുപ്പായം വിട്ട് നടക്കുന്നത്? ആഹാ, നല്ല സമയത്താണല്ലോ ഞാൻ വന്നത്. എന്നതാ റുഹാമേ ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ്? ഇന്ന് നല്ല പാലൊഴിച്ച് വെച്ച ചിക്കൻ സ്റ്റൂവും പാലപ്പവുമാ. ആഹാ, അടിപൊളി. പക്ഷെ ഇന്ന് വേണ്ട, മറ്റൊരു ദിവസം ഞാനും കൊച്ചമ്മ കൂടി വരുന്നുണ്ട്. ഇന്ന് നിങ്ങൾ കഴിച്ചാട്ടെ. തന്നെയുമല്ല, ഞാൻ ഈ ഇടയായി അല്പം ഡയറ്റിങ്ങിലാണ്. ആഹാ, അച്ഛൻ നല്ല ഹെൽത്ത് കോൺഷ്യസ് ആണല്ലോ. ഓ, എന്നാ പറയാനാ മോളെ, ഇതുപോലെ ചെല്ലുന്നിടത്തൊക്കെ സ്നേഹത്തോടെ ആളുകൾ നിർബന്ധിപ്പിക്കാൻ ഞാൻ അങ്ങോട്ട് കഴിക്കും. പക്ഷേ തിരിച്ച് പാർസനേജിൽ എത്തുമ്പോൾ ആ സീൻ ആകെ മാറും. അതെന്താ അച്ഛാ, ഭക്ഷണം മോശമായിട്ടാണോ? എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. ഫുഡ് കഴിച്ച കാര്യം കൊച്ചമ്മ കണ്ടുപിടിക്കും. എനിക്കാണെങ്കിൽ ഈ കുപ്പായം വിട്ടുകൊണ്ട് കള്ളം പറയാനും പറ്റില്ല. നമ്മുടെ പള്ളിയിലുണ്ടെന്നേ യുദാസുകൾ. ഇവിടെ നിന്ന് ഒരപ്പം കഴിച്ചെന്ന് പറഞ്ഞ കൊച്ചമ്മ ഒന്നും പറയാൻ പോകുന്നില്ല. ഒരെണ്ണം കഴിക്കേ. കാര്യം എന്താന്ന് വെച്ചാൽ ഇത്തിരി ഷുഗറും കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ട് ഭക്ഷണമൊക്കെ ഇപ്പോൾ കൊച്ചമ്മയുടെയും മക്കളുടെ വക റേഷനാണ്. എക്സ്ട്രാ ഫുഡ് കഴിക്കുന്ന ദിവസം കൊച്ചമ്മ എക്സസൈസിന്റെ പേരും പറഞ്ഞ് എന്നെ പള്ളിക്ക് ചുറ്റും 2 റൗണ്ട് ഓടിക്കും. ആ, അതൊക്കെ പോട്ടെ, മോളുടെ റിസൾട്ട് വന്നോ? അതെ അച്ഛാ, വൈകുന്നേരം റിസൾട്ട് പബ്ലിഷ് ആയി. 99% കിട്ടി. മിടുക്കി, ഗോഡ് ബ്ലസ്. മോനെവിടെ? അവനെ ഈയിടെയായി പള്ളിയിലൊന്നും കാണാനില്ലല്ലോ. ഇവിടെ ഇല്ലേ? അവൻ ഇവിടെ ഉണ്ട് അച്ഛാ. പേരിനാണെങ്കിൽ ഒരു ജോലി ഉണ്ടായിരുന്നതാ, അത് വേണ്ടാന്ന് അവൻ വെച്ചു. എന്നിട്ടെന്താ, ഞങ്ങളോട് പോലും ആലോചിക്കാതെ അവൻ കൊണ്ട് ഗൾഫിൽ പോണോന്നും പറഞ്ഞ് ഏതോ ഒരു ഏജന്റിന്റെ കൈ കുറെ കാശും കൊടുത്തു. എന്നിട്ട് ഇപ്പൊ എന്താ, ഏജന്റും ഇല്ല, ക്യാഷും ഇല്ല, ജോലിയില്ല. എന്നിട്ട് വേറെ ജോലിക്കൊന്നും അവൻ ശ്രമിക്കുന്നു? ഞാൻ എന്തേലും പറഞ്ഞ അവൻ ഈ വീട് തിരിച്ചു വെക്കും. പകൽ മുഴുവൻ കിടന്നുറങ്ങും, ആരോടൊന്നും മിണ്ടുകയില്ല, പറയുകയില്ല. അതെ അച്ഛാ, കാര്യങ്ങൾ കുറച്ചൊക്കെ ഞാനും അറിയുന്നുണ്ട്. നിങ്ങളെയൊക്കെ ഒന്ന് നേരിൽ കണ്ട് അതിന്റെ സത്യാവസ്ഥ അറിയാൻ കൂടിയാണ് ഞാൻ ഇവിടം വരെ വന്നത്. മോന്റെ കാര്യം ഞാൻ അച്ഛനോട് പറയണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. അച്ഛൻ അവനോടൊന്ന് സംസാരിക്കണം. മറ്റുള്ളവർ അവനെക്കുറിച്ച് ഓരോന്നും പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. ഞങ്ങൾ അവന്റെ മുറിയിലേക്ക് ചെല്ലുന്നത് പോലും അവനിപ്പോൾ ഇഷ്ടമല്ല. അവനെവിടെ? ഞാൻ ചെന്ന് അവനെ വിളിക്കാം. അച്ഛൻ കാണാൻ വന്നു എന്നറിഞ്ഞാൽ അവന് സന്തോഷമാകും. വേണ്ടടോ, നിങ്ങൾ ഭക്ഷണം കഴിക്കും, ഞാൻ അങ്ങോട്ട് ചെന്ന് അവനെ കണ്ടോളാം. ആരാ അത്? എന്നെ ഒന്ന് വെറുതെ വിട്, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. ആര്? അച്ഛനോ? എനിക്ക് നിന്നെ ഒന്ന് കാണാൻ വരാൻ സമയം തീയതിയൊക്കെ നോക്കണം. എവിടെ? നിന്റെ റൂമൊക്കെ ഒന്ന് കാണട്ടെ. അകത്തേക്ക് വരാമോ എനിക്ക്? അത് അച്ഛാ, ഇവിടെ ആകെ അലങ്കോലമായി കിടക്കുക. ഓ, അതിനിപ്പോ എന്താ? പട്ടം കിട്ടുന്ന മുമ്പേ ഞാനും നല്ലൊരു അലമ്പനായിരുന്നു. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. മോന് ഇതെന്താ സംഭവിച്ചേ? ആകെ ഒരു അടുക്കും ചിട്ടയില്ലാതെ. മോൻ ഇപ്പോഴെന്താണ് പള്ളിയിലൊന്നും വരാത്തത്? അത് അച്ഛാ, എനിക്ക് വേണ്ട, എന്നോട് പറയാൻ കള്ളമൊന്നും നീ കണ്ടുപിടിക്കണ്ട. നിന്റെ ഉള്ളിൽ എന്തൊക്കെയോ വിഷമങ്ങൾ നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്.
എന്ന് മനസ്സിലാക്കാനുള്ള വിദ്യയൊക്കെ സെമിനാരിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. പരിഹരിക്കാൻ കഴിയാത്ത വിഷമം ഒന്നും തന്നെയും തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ തരില്ല. മനസ്സിലെ വിഷമം എന്താണെങ്കിലും നീ എന്നോട് പറ. അത് അച്ഛാ, കോളേജ് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാർക്കെല്ലാം നല്ല കമ്പനികളിൽ ജോലിയായി. 1-2 പേരുടെ വിവാഹം പോലും കഴിഞ്ഞു. ഞാൻ മാത്രം ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല. കഴിയുന്നത് ഞാൻ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ വർക്ക് പ്രഷർ എന്നെ പോലുള്ള താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അച്ഛാ. എല്ലാ പ്രശ്നങ്ങളിലും അതിനുള്ള പരിഹാരം ഉണ്ടാവും. ശ്രദ്ധയോടെ നമ്മൾ അതിനെ കണ്ടെത്തുന്നത് മാത്രം. കഴിവില്ലാത്തവനെന്നും കാണാൻ കൊള്ളാത്തവനെന്നും തുടങ്ങി ഒരുപാട് മോശപ്പെട്ട ലേബലുകളാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. ജീവിതം അവസാനിപ്പിച്ചറിയുന്ന പോലും ഞാൻ ചിന്തിച്ചു. മോനെ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഉപദേശം കേട്ടിട്ട് എനിക്ക് ജീവിതം തന്നെ മടുത്തു. എനിക്കറിയാം, എല്ലാവരും എന്നെ ഒരു കഴിവുകെട്ടവനായി മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തവരായി ഈ ലോകത്ത് ആരും തന്നെ ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ അത്തരം കുറവുകളെ ചൂണ്ടിക്കാണിച്ച് പരിഹസിക്കാവുന്നതാണ് ഇന്ന് നമുക്ക് ചുറ്റും. എന്നോട് ആരെങ്കിലും ഇതുപോലെ ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചിട്ട് ഒരുപാട് നാളായിരുന്നു. നിന്നെ സ്നേഹിക്കുവാനും കരുതുവാനും കർത്താവായ ദൈവം നിന്നോട് കൂടിയുണ്ട്. നീ പ്രത്യാശ കൈവിടാതെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. ആ ദൈവം നിനക്കായി കരുതും. എന്നെ ഒന്ന് കേൾക്കാനോ മനസ്സിലാക്കാനോ ആർക്കും സമയമുണ്ടായിരുന്നില്ല. അച്ഛനോട് സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഭാരം ഇല്ലാതായതുപോലെ. ദൈവം നിനക്കായി പുതിയൊരു വാതിൽ തുറന്നു തരും. മറ്റുള്ളവർ നിനക്ക് തരുന്ന ലേബലിലല്ല നീ ജീവിക്കേണ്ടത്. നീ എന്താണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നിനക്ക് നിന്റെ ജീവിതം കൊണ്ടുവരികയാണ്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴും എൻ്റെ പ്രാർത്ഥന ഉണ്ടാകും. ഈ മകനെ പോലെ അനേകം ആളുകൾ നമുക്ക് ചുറ്റിലും ഒരു ആശ്വാസവാക്കിനായി, ഒരു കരുതലിനായി കാത്തിരിക്കുന്നുണ്ട്. കഴിവില്ലാത്തവനെന്നും കൊള്ളരുതാത്തവനെന്നും മുദ്രകുത്തി നാം അവരെ പലപ്പോഴും ലേബൽ ചെയ്ത് അകറ്റി നിർത്തുന്നത് ശരിയാണോ എന്ന് നാം സ്വയം പരിശോധിക്കേണ്ട സമയം കൂടിയാണിത്. അത്തരത്തിൽ വിഷമിക്കുന്നവരെ ചേർത്ത് പിടിക്കാനും ഒരു കൈത്താങ്ങാവാനും നമുക്ക് കഴിയണം.